മാർച്ച് മാസത്തെ ഒന്നാമത്തെ CBI പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ CBI പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി 12/3/2026 വ്യാഴാഴ്ചയാണ്. ജലവും ലിംഗഭേദവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് CBI പരിപാടി സംഘടിപ്പിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് ഈ ഒരു CBI പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്. CBI പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നാണ് കാണാൻ സാധിക്കുക. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ CBI എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ CBI പരിപാടി രേഖപ്പെടുത്തുന്നതിനുള്ള ഫോം ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നോ ഇവൻറ്റ് ആഡഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുക. അതായത് നമ്മൾ ഈ മാസത്തെ ഒന്നാമത്തെ CBI ആണ് രേഖപ്പെടുത്തുന്നത്. ഇതുവരെ ഒരു CBIയും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതേ രീതിയിൽ നോ ഇവൻറ്റ് ആഡഡ് എന്ന് കാണിക്കുന്നത്. CBIയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ നീല നിറത്തിൽ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു പേജിൽ ഡേറ്റ് എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് CBI പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സെലക്ട് തീം എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീം കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീയതിയും തീമും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതേ രീതിയിൽ ഒന്നാമത്തെ CBI പരിപാടിയുടെ തീയതിയും തീമും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ CBI പരിപാടിയുടെ തീയതിയോ തീമോ തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ നമുക്കത് അന്നേ ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ നമ്മൾ CBI രേഖപ്പെടുത്തിയിട്ടുള്ള അന്നേ ദിവസം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. തൊട്ടടുത്ത ദിവസം മുതൽ നമുക്ക് CBIയുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നമോ ഇവിടെ കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ രീതിയിലാണ് CBI പരിപാടിയുടെ വിവരങ്ങൾ നിങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്. അടുത്തതായിട്ട് CBI പരിപാടിയുടെ വിശദമായിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. ജലവും ലിംഗഭേദവും. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ ജലം കേവലം ഒരു പ്രകൃതി വിഭവം മാത്രമല്ല, അത് മാനുഷികമായ അന്തസ്സിന്റെയും തുല്യതയുടെയും അടിസ്ഥാനം കൂടിയാണ്. 2026 മാർച്ച് 22 നാം ലോക ജലദിനം ആചരിക്കുമ്പോൾ വെള്ളം ഒഴുകുന്നിടത്ത് സമത്വം വളരുന്നു എന്ന ശക്തമായ മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. ജലലഭ്യതയും ലിംഗസമത്വവും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധത്തെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുകയാണ് ഈ വർഷത്തെ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. സുരക്ഷിതമായ ജലവും ശുചിത്വവും മനുഷ്യാവകാശങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇത് ലിംഗസമത്വം കൈവരിക്കുന്നതിലെ നിർണായക ഘടകമാണെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജലലഭ്യതയിലെ ലിംഗവിവേചനം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജലശേഖരണത്തിന്റെയും വീട്ടിലെ ജലവിതരണത്തിന്റെയും പ്രാഥമിക ഉത്തരവാദിത്തം സ്ത്രീകളിലും പെൺകുട്ടികളിലുമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളും ലിംഗസമത്വവും മറ്റു രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമാണ് എന്ന് ഒഴിഞ്ഞു മാറാൻ വരട്ടെ. കടുത്ത വേനലിൽ നമ്മുടെ നാട്ടിലെ വീടുകളിലും ഇത് അല്ലേ സംഭവിക്കുന്നത്? ഇത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുന്നു. വിദ്യാഭ്യാസ തടസ്സങ്ങൾ. വെള്ളം തേടിയുള്ള ദീർഘദൂര യാത്രകൾ പെൺകുട്ടികളുടെ പഠനസമയത്തെ കവർന്നെടുക്കുന്നു. സ്കൂളുകളിൽ സുരക്ഷിതമായ ശുചിമുറികളും വെള്ളവും ഇല്ലാത്തത് ആർത്തവകാലത്ത് പെൺകുട്ടികൾ സ്കൂളിൽ വരാതിരിക്കാനും പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കാനും കാരണമാകുന്നു. സാമ്പത്തിക ശാക്തീകരണം. വെള്ളം ശേഖരിക്കാനായി ദിവസവും മണിക്കൂറുകൾ ചിലവാക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിലുകളിൽ ഏർപ്പെടാനോ വരുമാനമുണ്ടാക്കാനോ ഉള്ള സമയം ലഭിക്കുന്നില്ല. ഇത് അവരെ സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ. ഭാരമേറിയ ജലപാത്രങ്ങൾ കിലോമീറ്ററുകളോളം ചുമക്കുന്നത് സ്ത്രീകളിൽ വിട്ടുമാറാത്ത ശാരീരിക വേദനകൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. വെള്ളം ഒഴുകുന്നിടത്ത് സമത്വം വളരുന്നു. ജലലഭ്യത മെച്ചപ്പെടുമ്പോൾ അത് ആ സമൂഹത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരുന്നു എന്നതാണ് ഈ ക്യാമ്പയിൻ മുദ്രാവാക്യം അർത്ഥമാക്കുന്നത്. തുല്യ അവസരങ്ങൾ. വീട്ടുമുറ്റത്ത് പൈപ്പിലൂടെ വെള്ളം എത്തുമ്പോൾ സ്ത്രീകൾക്ക് ലഭിക്കുന്ന അധിക സമയം അവരുടെ നൈപുണ്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിനും ഉപയോഗിക്കാൻ കഴിയും. തീരുമാനമെടുക്കലിലെ പങ്കാളിത്തം. ജലവിഭവ മാനേജ്മെന്റിലും പ്രാദേശിക ജലസമിതികളിലും സ്ത്രീകൾ നേതൃസ്ഥാനങ്ങളിൽ വരുമ്പോൾ കൂടുതൽ സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ പരിഹാരങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യവും ശുചിത്വവും. സുരക്ഷിതമായ കുടിവെള്ളവും മെച്ചപ്പെട്ട ശുചിത്വ സൗകര്യങ്ങളും ലഭ്യമാകുന്നതിലൂടെ ശിശുമരണ നിരക്ക് കുറയുകയും സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ അനുസരിച്ച് സുരക്ഷിതമായ ജലം എല്ലാവർക്കും ലഭ്യമാക്കേണ്ടതുണ്ട്. ജലലഭ്യതയിലെ അസമത്വം നേരിട്ട് ബാധിക്കുന്നത് സ്ത്രീകളെയാണ് എന്നതിനാൽ ജലനയം രൂപീകരിക്കുമ്പോൾ ലിംഗനീതിക്ക് പ്രാധാന്യം നൽകണം. കാലാവസ്ഥാ വ്യതിയാനം മൂലം ജലസ്രോതസ്സുകൾ വറ്റുന്നത് സ്ത്രീകളുടെ ജോലിഭാരം ഇരട്ടിയാക്കുന്നു. അതിനാൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ ശബ്ദത്തിന് പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. അടിസ്ഥാന സൗകര്യ വികസനം.
എല്ലാ വീടുകളിലും പൈപ്പ് ജലം ഉറപ്പാക്കുന്നതിലൂടെ സ്ത്രീകൾ നേരിടുന്ന സമയനഷ്ടം ഒഴിവാക്കാം. സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജലപദ്ധതികളിൽ സ്ത്രീകളുടെ കൃത്യമായ പങ്കാളിത്തം ഉറപ്പാക്കണം. ബോധവൽക്കരണം. ജലസംരക്ഷണം കേവലം ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് അത് ഒരു സാമൂഹിക ബാധ്യതയാണെന്ന ബോധം വളർത്തണം. ലോക ജല ദിനമെന്ന നിർദ്ദേശം ആദ്യമായി ഉയർന്നു വന്നത് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ചേർന്ന UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിലാണ്. ഇതേ തുടർന്ന് UN ജനറൽ അസംബ്ലി 1993 മാർച്ച് 22 മുതൽ എല്ലാ വർഷവും ലോക ജലദിനം ആചരിക്കുവാൻ തുടങ്ങി. ജലക്ഷാമവും ജലമലിനീകരണവും വ്യാപകമായിരിക്കെ തന്നെ ജലം പങ്കിടുന്നതിലുള്ള അസമത്വവും വർദ്ധിച്ചു വരുന്ന സാഹചര്യവും ലോകത്ത് നിലനിൽക്കുന്നു. ലോകത്ത് 300ഓളം കോടി വരുന്ന ജനങ്ങൾ ഏകദേശം രാജ്യാന്തര അതിർത്തികൾ പങ്കിടുന്ന ജലവിഭവങ്ങളെ ആശ്രയിച്ചു ജീവിക്കുന്നു. ഇതിൽ തന്നെ 153ഓളം രാജ്യങ്ങൾ മാത്രമേ നദികൾ, തടാകങ്ങൾ, ജലാശയങ്ങൾ എന്നിവ അതിർത്തി രാജ്യങ്ങളുമായി പങ്കിടുന്നുള്ളൂ. 24 രാജ്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സഹകരണ കരാറുകളിൽ നിയമം മൂലം ഉൾപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ജനസംഖ്യാ വർധനവും കണക്കിലെടുത്താൽ ജലാശയങ്ങൾക്കു വളരെയധികം ശോഷണം സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ പ്രകൃതി ദുരന്തങ്ങളിൽ വലിയൊരു പങ്കും ജലസംബന്ധിയാണ്. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, കൊടുങ്കാറ്റ്, ഉഷ്ണതരംഗങ്ങൾ, കാട്ടുതീ, അതിശൈത്യം, വരൾച്ച, ജലജന്യ രോഗങ്ങൾ എന്നിവ തുടർച്ചയായി ഉണ്ടാകുന്നതിനോടൊപ്പം ദുരന്ത തീവ്രതയും കൂടി വരുന്നു. ദുരന്തമുഖങ്ങളിൽ ജീവനും ജീവനോപാധികളും നഷ്ടപ്പെടുന്നതോടൊപ്പം പൈപ്പ് ലൈനുകൾ, കിണറുകൾ, ടോയ്ലറ്റുകൾ, ഓടകൾ എന്നിങ്ങനെ എല്ലാ വാട്ടർ പോയിന്റ്സും ഇല്ലാതാകുന്നു. മലിനജലവും വൃത്തിഹീനമായ സാഹചര്യങ്ങളും ജലജന്യ രോഗങ്ങൾക്കും കാരണമാകുന്നു. ഈ കോളി ബാക്ടീരിയയും ജലശുചിത്വവും. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കുടലിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് എഷറിക്കിയ കോളി അഥവാ ഈ കോളി. ഇതിൽ മിക്കവയും ഉപദ്രവകാരികളല്ലെങ്കിലും ചില പ്രത്യേക വിഭാഗങ്ങൾ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പ്രധാനമായും മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഇവ പകരുന്നത്. ഈ കോളി ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ജലസ്രോതസ്സുകളിൽ വിസർജ്യങ്ങൾ കലരുന്നത് വഴിയാണ് ഈ കോളി വെള്ളത്തിലെത്തുന്നത്. ഇത് മൂലമുണ്ടാകുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയാണ്. വയറിളക്ക രോഗങ്ങൾ ഏറ്റവും സാധാരണമായ ലക്ഷണമാണിത്. കഠിനമായ വയറുവേദന, നിർത്താതെയുള്ള വയറിളക്കം, ഛർദി എന്നിവ ഉണ്ടാകാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മൂത്രനാളിയിൽ ബാക്ടീരിയ ബാധിക്കുന്നത് വഴി കഠിനമായ വേദനയും അണുബാധയും ഉണ്ടാകുന്നു. രക്തം കലർന്ന വയറിളക്കം, STEC തുടങ്ങിയ അപകടകാരികളായ ഈ കോളി വിഭാഗങ്ങൾ കുടലിന്റെ ഭിത്തികളെ തകരാറിലാക്കുകയും മലത്തിലൂടെ രക്തം പോകാൻ കാരണമാവുകയും ചെയ്യുന്നു. വൃക്ക തകരാറുകൾ കുട്ടികളിലും പ്രായമായവരിലും ഈ കോളി അണുബാധ സങ്കീർണമായാൽ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഹീമോലിറ്റിക് യൂറീമിക് സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് നയിക്കാം. ജലസംരക്ഷണവും ശുദ്ധീകരണ മാർഗങ്ങളും. ഈ കോളി പോലുള്ള ബാക്ടീരിയകളെ പ്രതിരോധിക്കാൻ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിനായി താഴെ പറയുന്ന മുൻകരുതലുകൾ സ്വീകരിക്കാം. 1. ജലസ്രോതസ്സുകളുടെ സുരക്ഷ. കിണറുകൾക്കും മറ്റ് ജലസ്രോതസ്സുകൾക്കും ചുറ്റും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക. ശൗചാലയങ്ങളിൽ നിന്നുള്ള സെപ്റ്റിക് ടാങ്കുകൾ കിണറുകളിൽ നിന്ന് നിശ്ചിത അകലത്തിൽ മാത്രം നിർമ്മിക്കുക. അതായത് കുറഞ്ഞത് 7.5 മീറ്റർ മുതൽ 15 മീറ്റർ വരെ. മഴവെള്ളം ഒഴുകി കിണറ്റിൽ കലരാതെ നോക്കുക. 2. ക്ലോറിനേഷൻ. ജലത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണിത്. കൃത്യമായ അളവിൽ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് കിണറുകളും ടാങ്കുകളും ആനുകാലികമായി ശുദ്ധീകരിക്കണം. 3. തിളപ്പിച്ചാറ്റിയ വെള്ളം. ബാക്ടീരിയകളെ പൂർണ്ണമായും നശിപ്പിക്കാൻ വെള്ളം നന്നായി തിളപ്പിക്കുന്നത് സഹായിക്കും. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു തുടങ്ങിയ ശേഷം 1 മുതൽ 2 മിനിറ്റ് കൂടി തുടരുന്നത് ഉചിതമാണ്. 4. വ്യക്തിശുചിത്വം. ഭക്ഷണത്തിന് മുൻപും ശൗചാലയത്തിൽ പോയ ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുന്നത് വഴി ബാക്ടീരിയ പകരുന്നത് തടയാം. ശുദ്ധജലം ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഈ കോളി പോലുള്ള ബാക്ടീരിയകൾ ജലസ്രോതസ്സുകളിൽ കലരുന്നത് തടയാൻ വ്യക്തിപരമായും സാമൂഹികമായും നാം ജാഗ്രത പാലിക്കണം. കൃത്യമായ ജലപരിശോധനയും ശുദ്ധീകരണ മാർഗങ്ങളും അവലംബിക്കുന്നതിലൂടെ പകർച്ചവ്യാധികളെ ഒരു പരിധിവരെ തടയാൻ നമുക്ക് സാധിക്കും. എന്താണ് ജലജന്യ രോഗം? മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന സൂക്ഷ്മാണുക്കൾ, വൈറസുകൾ എന്നിവ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ജലജന്യ രോഗങ്ങൾ. മലമൂത്ര വിസർജനം, രോഗാണുക്കൾ അല്ലെങ്കിൽ മറ്റ് മലിനീകരണം എന്നിവയാൽ മലിനമായ വെള്ളം ആളുകൾ കഴിക്കുമ്പോഴോ സമ്പർക്കം പുലർത്തുമ്പോഴോ ഈ രോഗങ്ങൾ ഉണ്ടാകാം. കുടിവെള്ള വിതരണങ്ങൾ, നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ, അനുചിതമായി ശുദ്ധീകരിക്കപ്പെടാത്തതോ ശുദ്ധീകരിക്കാത്തതോ ആയ മലിനജലം എന്നിങ്ങനെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് മലിനമായ ജലം ഉണ്ടാകാം. കേരളത്തിലെ നിലവിലെ സാഹചര്യത്തില് പടർന്നു പിടിക്കുന്ന ചില ജലജന്യ രോഗങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. കോളറ. വൈബ്രിയോ കോളറെ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ജലജന്യ രോഗമാണ് കോളറ. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഇത് വേഗത്തിൽ പടരുന്നു. കോളറയുടെ ലക്ഷണങ്ങളിൽ കടുത്ത വെള്ളത്തോടുകൂടിയ വയറിളക്കം, ഛർദി, നിർജ്ജലീകരണം എന്നിവ ഉൾപ്പെടുന്നു. ഗുരുതരമായ കേസുകളിൽ ഉടനടി ചികിത്സിച്ചില്ലെങ്കിൽ കോളറ ജീവന് ഭീഷണിയാകാം. പ്രതിരോധം. കോളറ തടയാൻ സുരക്ഷിതമായതോ തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം കുടിക്കേണ്ടത് വളരെ പ്രധാനമാണ്.
അസംസ്കൃതമായതോ വേവിക്കാത്തതോ ആയ സമുദ്രവിഭവങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് കൈകഴുകുന്നത് ശീലമാക്കുക. ടൈഫോയിഡ്. സാൽമൊണെല്ല ടൈഫി എന്ന ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. ടൈഫോയിഡ് പനി മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ഇത് പകരുന്നു. കടുത്ത പനി, വയറുവേദന, തലവേദന, ബലഹീനത എന്നിവയാണ് ലക്ഷണങ്ങൾ. ഗുരുതരമാകാം. കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ടൈഫോയിഡ് സങ്കീർണതകൾ ഉണ്ടാകാം. പ്രതിരോധം. സുരക്ഷിതമായ കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയുൾപ്പെടെ ശരിയായ ശുചിത്വവും ഉറപ്പാക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്യുക. മഴക്കാലത്ത് തെരുവ് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ എന്നത് കരളിനെ ബാധിക്കുന്ന ഒരു വൈറൽ അണുബാധയാണ്. ഇത് മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പടരുന്നു. മഞ്ഞപ്പിത്തം, ക്ഷീണം, ഓക്കാനം, വിശപ്പില്ലായ്മ എന്നിവയാണ് ലക്ഷണങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് എയുടെ മിക്ക കേസുകളും സ്വയം മാറുമെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും രോഗം ഗുരുതരമായേക്കാം. പ്രതിരോധം. വാക്സിനേഷൻ ഹെപ്പറ്റൈറ്റിസ് എ 60 ഫലപ്രദമായി തടയുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. അസംസ്കൃതമോ വേവിക്കാത്തതോ ആയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ നല്ല വ്യക്തിശുചിത്വം പാലിക്കുക. എലിപ്പനി. മൃഗങ്ങളുടെ മൂത്രം കലർന്ന വെള്ളത്തിൽ കാണപ്പെടുന്ന ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. മഴക്കാലത്ത് പ്രത്യേകിച്ച് വെള്ളപ്പൊക്കത്തിലൂടെ സഞ്ചരിക്കുമ്പോഴോ ബന്ധപ്പെട്ട ജലവുമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴോ ഈ ബാക്ടീരിയയുമായി സമ്പർക്കം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. പ്രതിരോധം. മലിനമാകാൻ സാധ്യതയുള്ള വെള്ളവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. വെള്ളപ്പൊക്കത്തിലൂടെ നടക്കേണ്ടി വന്നാൽ സംരക്ഷണ വസ്ത്രങ്ങളും പാദരക്ഷകളും ധരിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുകയും എലിശല്യം ഒഴിവാക്കുകയും ചെയ്യുക. വയറിളക്ക രോഗങ്ങൾ. മഴക്കാലത്ത് കോളി, റോട്ടവൈറസ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ രോഗകാരികൾ കടുത്ത വയറിളക്ക രോഗങ്ങൾക്ക് അണുബാധകൾ കാരണമാകും. നിർജ്ജലീകരണത്തിലേക്ക് നയിക്കുകയും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് അപകടകരവുമാണ്. പ്രതിരോധം. സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് പതിവായി കൈ കഴുകുന്നത് ഉൾപ്പെടെയുള്ള നല്ല ശുചിത്വ രീതികൾ പാലിക്കുക. സുരക്ഷിതമായതോ തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം കുടിക്കുക. അസംസ്കൃതമോ വേവിക്കാത്തതോ ആയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. കിണറ്റിലെ വെള്ളം വർഷത്തില് ഒരിക്കൽ എങ്കിലും പരിശോധന നടത്തി കോളിയുടെയോ മറ്റ് സൂക്ഷ്മജീവികളുടെയോ സാന്നിധ്യമില്ല എന്ന് ഉറപ്പാക്കുക. മഴക്കാലത്ത് സുരക്ഷിതരായിരിക്കാൻ കുടിവെള്ളം ശുദ്ധീകരിക്കുക. ജലജന്യ രോഗകാരികളെ ഇല്ലാതാക്കാൻ എപ്പോഴും തിളപ്പിച്ചതോ തിളപ്പിച്ച് ശുദ്ധീകരിച്ചതോ ആയ വെള്ളം കുടിക്കുക. ശരിയായ ഭക്ഷണം കൈകാര്യം ചെയ്യൽ. ശരിയായ രീതിയിൽ പാചകം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അസംസ്കൃതമോ വേവിക്കാത്തതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. കൈ ശുചിത്വം. ഭക്ഷണം കഴിക്കുന്നതിനോ മുഖത്ത് തൊടുന്നതിനോ മുമ്പ് സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക. വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കുക. രോഗകാരികളായ ജീവികളുമായുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിന് വെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കുക. കൊതുകു നിവാരണ മരുന്നുകൾ ഉപയോഗിക്കുക. കൊതുകു നിവാരണ മരുന്നുകളും കൊതുകു വലകളും ഉപയോഗിച്ച് കൊതുകു കടികളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുക. ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങളുടെ പതിവായി ചുറ്റുപാടുകൾ വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്യുക, പ്രത്യേകിച്ച് വെള്ളക്കെട്ടിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ. വിവരങ്ങൾ അറിഞ്ഞിരിക്കുക. ആരോഗ്യ ഉപദേശങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിരിക്കുക. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ വൈദ്യസഹായം തേടുക. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുകയും നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശരിയായ ശുചിത്വ രീതികൾ പാലിച്ചും സുരക്ഷിതമായ വെള്ളവും ഭക്ഷണവും ഉപയോഗിച്ചും മലിനമായ വെള്ളവുമായി സമ്പർക്കം ഒഴിവാക്കിയും നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകാതെ നിങ്ങൾക്ക് മഴക്കാലം ആസ്വദിക്കാം. ജലജന്യ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ സമയബന്ധിതമായി അനുഭവപ്പെട്ടാൽ വൈദ്യസഹായം തേടേണ്ടത് പ്രധാനമാണെന്ന് ഓർമ്മിക്കുക. കാലാവസ്ഥ വ്യതിയാനം തന്നെ പ്രധാനമായും ഒരു ജലപ്രതിസന്ധിയാണ്. തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം, സമുദ്രനിരപ്പിലെ ഉയർച്ചയും കരഭാഗങ്ങൾ മലിനപ്പെടുന്നതിനും ഉപ്പുവെള്ളത്തിന്റെ അംശം കൂടുന്നതിനും കാരണമാകുന്നു. അതുപോലെ മഞ്ഞുരുക്കം, മഞ്ഞുപാളികൾ അപ്രത്യക്ഷമാകുന്നതിനും ശുദ്ധജല വിഭവ ലഭ്യതയെയും ബാധിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന നദികളുടെയെല്ലാം ഉത്ഭവങ്ങൾ ഇത്തരത്തിലുള്ളതാണ്. ദക്ഷിണേഷ്യയിൽ മാത്രം 20 ദശലക്ഷത്തോളം കാലാവസ്ഥ അഭയാർത്ഥികൾ ഉള്ളതായി UNCHR റിപ്പോർട്ടിൽ പറയുന്നു. ജലക്ഷാമം ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. 2023 UN വാട്ടർ റിപ്പോർട്ട് പറയുന്നത് പ്രകാരം 2050 ലോകത്ത് വെള്ളപ്പൊക്ക ബാധിതരുടെ എണ്ണം 1.6 ബില്യൺ ആകും. അതുപോലെ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുടെ എണ്ണം 3.2 ബില്യൺ ആകും. ലോക ഭൂപടത്തിലെ 1/5 ഇതിനകം തന്നെ ജലദൗർലഭ്യം അനുഭവിച്ചവരാണ്. കൈ കഴുകുന്നതിന്റെ പഞ്ചസൂക്തം. ആരോഗ്യത്തിനുള്ള 5 കൽപ്പനകൾ. രോഗം വന്നതിനുശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുന്നതാണ്. പല പകർച്ചവ്യാധികളും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അശുദ്ധമായ കൈകളിലൂടെയാണ്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ കൈകൾ കഴുകുന്നതിലൂടെ 80% പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ സാധിക്കും. കൈ കഴുകുന്നതുമായി ബന്ധപ്പെട്ട് 2 രീതിയിലാണ് പഞ്ചസൂക്തം എന്ന പദം പ്രധാനമായും ഉപയോഗിക്കുന്നത്. 1. കൈ കഴുകേണ്ട 5 പ്രധാന സന്ദർഭങ്ങൾ. 2. കൈ കഴുകുമ്പോൾ പാലിക്കേണ്ട 5 ഘട്ടങ്ങൾ. 1. കൈകൾ കഴുകേണ്ട 5 പ്രധാന സന്ദർഭങ്ങൾ. WHO നിർദ്ദേശിക്കുന്നതനുസരിച്ച് താഴെ പറയുന്ന 5 അവസരങ്ങളിൽ നിർബന്ധമായും കൈകൾ കഴുകിയിരിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും,
ഭക്ഷണത്തിലൂടെ രോഗാണുക്കൾ നേരിട്ട് വയറ്റിലെത്താൻ സാധ്യതയുള്ളതിനാൽ ഇത് ഏറ്റവും പ്രധാനമാണ്. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകുന്നത് കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളെ തടയും. രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് മുമ്പും ശേഷവും അണുബാധ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാതിരിക്കാൻ ഇത് അനിവാര്യമാണ്. മുറിവുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മുറിവുകളിൽ മരുന്ന് വെക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയാക്കണം. മാലിന്യങ്ങൾ തൊട്ടാൽ, വീട്ടുജോലികൾ ചെയ്യുമ്പോഴോ ചപ്പുചവറുകൾ മാറ്റുമ്പോഴോ കൈകളിൽ അദൃശ്യമായ ലക്ഷക്കണക്കിന് അണുക്കൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. കൈ കഴുകുന്ന രീതി വെറുതെ വെള്ളമൊഴിച്ച് കൈ നനക്കുന്നതല്ല ശരിയായ രീതി. ശാസ്ത്രീയമായി കൈ കഴുകുന്നതിന് 5 ഘട്ടങ്ങളുണ്ട്. നനയ്ക്കുക: കൈകൾ ശുദ്ധമായ വെള്ളത്തിൽ നനയ്ക്കുക. സോപ്പിടുക: ആവശ്യത്തിന് സോപ്പോ ലിക്വിഡ് സോപ്പോ ഉപയോഗിക്കുക. തേച്ചുരയ്ക്കുക: ഉള്ളം കൈകൾ തമ്മിലും വിരലുകൾക്കിടയിലും നഖങ്ങൾക്കിടയിലും കുറഞ്ഞത് 20 സെക്കൻഡ് നേരമെങ്കിലും നന്നായി തേച്ചുരയ്ക്കുക. കഴുകുക: ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് പത പൂർണ്ണമായും കളയുക. ഉണക്കുക: വൃത്തിയുള്ള തുണി ഉപയോഗിച്ചോ വായുവിൽ വീശിയോ കൈകൾ ഉണക്കുക. പ്രാധാന്യം: ശിശുമരണം തടയുന്നു. വയറിളക്കം, ന്യൂമോണിയ എന്നിവ തടയുന്നതിലൂടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നു. ആന്റിബയോട്ടിക് പ്രതിരോധം: രോഗങ്ങൾ കുറയുമ്പോൾ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയുകയും ശരീരം മരുന്നുകളോട് പ്രതികരിക്കാനുള്ള ശേഷി നിലനിർത്തുകയും ചെയ്യുന്നു. സാമൂഹിക ആരോഗ്യം: വ്യക്തിശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു വലിയ സമൂഹത്തിലേക്ക് പടരാവുന്ന പകർച്ചവ്യാധികളെ നമുക്ക് തടയാനാകും. ശുചിത്വം ദൈവികമാണ് എന്ന ചൊല്ല് അർത്ഥവത്താവുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ ശീലങ്ങളിലൂടെയാണ്. കൈ കഴുകുന്നതിലെ ഈ പഞ്ചസൂക്തങ്ങൾ കേവലം അറിവായി ഒതുക്കാതെ ഒരു ശീലമാക്കി മാറ്റിയാൽ വലിയൊരു പരിധിവരെ നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം. വാഷ് അഥവാ വാട്ടർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ എന്ന ശീർഷകം കണക്കിലെടുക്കുമ്പോൾ സ്ത്രീകളും പെൺകുട്ടികളും അതിദുർബല വിഭാഗമായി കണക്കാക്കപ്പെടുന്നു. വീട്ടിലെ എല്ലാവർക്കും ഉപയോഗത്തിനാവശ്യമായ അത്രയും വെള്ളം ദൂരസ്ഥലങ്ങളിൽ പോയി സംഭരിക്കുന്നത് സ്ത്രീകളുടെ ചുമതലയായി കണക്കപ്പെടുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേ പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് പോലും സ്ത്രീകൾക്ക് ഹാനികരമായ കാര്യമായി മനസ്സിലാക്കുന്നു. ആർത്തവ സമയങ്ങളിൽ ശുചിത്വം പാലിക്കാൻ കഴിയാതിരിക്കുക, ആർത്തവ തുണികൾ കഴുകാനോ സംസ്കരിക്കാനോ കഴിയാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളുമുണ്ട്. മനുഷ്യ ശരീരവും ജലവും: മനുഷ്യ ശരീരത്തിന്റെ 2/3 ഭാഗവും ജലമാണ്. നവജാത ശിശുവിൽ 77%, പ്രായപൂർത്തിയായ ഒരാളിൽ 65%, പ്രായം ചെന്നവരിൽ 50% ജലമുണ്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജനും പോഷകഘടകങ്ങളും എത്തിക്കുക എന്നതാണ് പ്രധാന ധർമ്മം. അതോടൊപ്പം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളും വിഷവസ്തുക്കളും നീക്കം ചെയ്യുന്നു. ഇപ്രകാരം ശരീരോഷ്മാവ് നിയന്ത്രിക്കുക, ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നിവയും ജലത്തിന്റെ ധർമ്മങ്ങളാണ്. ദിവസവും 8 ഗ്ലാസിൽ കൂടുതൽ വെള്ളം കുടിക്കുക. വെള്ളം അല്പനേരം വായിൽ വെച്ച ശേഷം പതിയെ ഇറക്കണം. എങ്കിലേ വെള്ളം ഉമിനീർ ഗ്രന്ഥിയുമായി ചേർന്ന് ആൽക്കലൈൻ ആയി മാറൂ. ഇത് വയറ്റിലെ ആസിഡ് നില കൃത്യമായി നിലനിർത്തും. ആഹാരത്തിന് തൊട്ടുമുൻപും ആഹാരത്തിനൊപ്പവും അധികം വെള്ളം കുടിക്കരുത്. അധിക വെള്ളം വയറ്റിലെ ദഹനരസത്തെ നേർപ്പിക്കും. ഇത് ദഹന പ്രക്രിയ തടസ്സപ്പെടുത്തും. സാധാരണ താപനിലയിലുള്ള വെള്ളമാണ് കുടിക്കാൻ അനുയോജ്യം. ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുള്ളപ്പോൾ അധികം വെള്ളം കുടിക്കുന്നത് രോഗശമനത്തിന് ആക്കം കൂട്ടും. വയറുവേദന, വയറെരിച്ചിൽ, വയറുവീക്കം, ക്ഷീണം, അമിത വിശപ്പ്, രക്തസമ്മർദ്ദം, മലബന്ധം തുടങ്ങിയവ ചെറുക്കാൻ കൃത്യമായ വെള്ളം കൂടി സഹായിക്കും. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും 8 ഗ്ലാസ് വെള്ളം എന്നതിന് പകരം 10 ഗ്ലാസോ അതിലധികമോ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. WHO യുനിസെഫ് 2023 പുറത്തിറക്കിയ ഒരു കണക്കുപ്രകാരം ലോകത്ത് 1.8 ബില്യൺ ആളുകൾക്ക് കുടിവെള്ളത്തിനായി ദൂരപ്രദേശങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ 2/3 വിഭാഗവും സ്ത്രീകളാണ്. ജലവിഭവ പരിപാലനത്തിലും ഗ്രാമീണ ശുചിത്വത്തിലും നിയമനിർമ്മാണത്തിലോ പോളിസികളിലോ സ്ത്രീകളെ പങ്കാളികളാകുന്ന രാജ്യങ്ങളുടെ എണ്ണം 50-ൽ താഴെ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്കിടയിൽ ജലസാക്ഷരത ഇല്ലാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജലം എല്ലാ ജീവജാലങ്ങളുടെയും ആത്യന്തികമായ അവകാശമാണെന്ന തിരിച്ചറിവ് ആദ്യമുണ്ടാകണം. വിരകളും അനീമിയയും കാരണങ്ങളും പ്രതിരോധവും: മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് വിരബാധയും അതുമൂലം ഉണ്ടാകുന്ന വിളർച്ചയും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ, പ്രത്യേകിച്ച് കുട്ടികളെയും ഗർഭിണികളെയും ഇത് സാരമായി ബാധിക്കുന്നു. ശുചിത്വമില്ലായ്മയും അവബോധമില്ലായ്മയുമാണ് ഈ പ്രശ്നം ഇത്രയധികം വ്യാപിക്കാൻ പ്രധാന കാരണം. എന്താണ് അനീമിയ? രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണമോ അതിലെ ഹീമോഗ്ലോബിന്റെ അളവോ കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് വിളിക്കുന്നത്. ശരീരകോശങ്ങളിലേക്ക് ആവശ്യമായ ഓക്സിജൻ എത്തിക്കുന്നതിലാണ് ഇതിലൂടെ തടസ്സം നേരിടുന്നത്. തന്മൂലം അമിതമായ തളർച്ച, ശ്വാസം മുട്ടൽ, വിളറിയ ചർമ്മം എന്നിവ അനുഭവപ്പെടുന്നു. വിരകൾ എങ്ങനെ അനീമിയയുണ്ടാക്കുന്നു? വിരകൾ പലവിധത്തിൽ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയ്ക്കാൻ കാരണമാകുന്നു. രക്തം വലിച്ചെടുക്കൽ: കൊക്കപ്പുഴു പോലുള്ള വിരകൾ കുടലിന്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് രക്തം വലിച്ചെടുക്കുന്നു. ഒരു കൊക്കപ്പുഴുവിന് പ്രതിദിനം ഗണ്യമായ അളവിൽ രക്തം നഷ്ടപ്പെടുത്താൻ സാധിക്കും. ആയിരക്കണക്കിന് വിരകൾ ശരീരത്തിലുണ്ടെങ്കിൽ ഇത് ഗുരുതരമായ വിളർച്ചയിലേക്ക് നയിക്കുന്നു. പോഷകാഹാരക്കുറവ്: നാം കഴിക്കുന്ന ആഹാരത്തിലെ പ്രധാന പോഷകങ്ങൾ വിരകൾ ആഹാരമാക്കുന്നു. ഇത് ശരീരത്തിന് ആവശ്യമായ ഇരുമ്പ്, വിറ്റാമിനുകൾ എന്നിവ ലഭിക്കാതിരിക്കാൻ കാരണമാകുന്നു. രക്തസ്രാവം:
വിരകൾ കുടലിന്റെ ഉൾഭിത്തിയിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ വഴി നിരന്തരമായ രക്തസ്രാവം ഉണ്ടാകാം. ഇത് മലത്തിലൂടെ രക്തം നഷ്ടപ്പെടുന്നതിനും അതുവഴി ഹീമോഗ്ലോബിൻ കുറയുന്നതിനും കാരണമാകുന്നു. വിശപ്പില്ലായ്മ. വിരബാധയുള്ള കുട്ടികളിൽ പൊതുവെ വിശപ്പില്ലായ്മ കാണപ്പെടുന്നു. ഇത് ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഇരുമ്പിന്റെ അളവ് കുറക്കുന്നു. ലക്ഷണങ്ങൾ. വിരബാധ മൂലമുള്ള അനീമിയ തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങൾ സഹായിക്കും. എപ്പോഴും അനുഭവപ്പെടുന്ന ക്ഷീണവും തളർച്ചയും, നഖം, കണ്ണ്, ഉള്ളംകൈ എന്നിവയിലെ വിളറിയ നിറം, ഏകാഗ്രതക്കുറവും പഠന പിന്നോക്കാവസ്ഥയും, മണ്ണ് കഴിക്കാനുള്ള പ്രവണത, വയറുവേദനയും ഇടയ്ക്കിടെയുള്ള വയറിളക്കവും. പ്രതിരോധ മാർഗങ്ങൾ. വിരബാധയും അനീമിയയും തടയാൻ താഴെ പറയുന്ന മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. വിരനശീകരണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളകളിൽ വിറയിളക്കാനുള്ള മരുന്നുകൾ, ഉദാഹരണത്തിന് ആൽബൻഡസോൾ, കഴിക്കുക. വ്യക്തിശുചിത്വം. ആഹാരത്തിന് മുൻപും മലവിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. പാദരക്ഷകൾ ഉപയോഗിക്കുക. കൊക്കപ്പുഴുക്കൾ ചർമ്മത്തിലൂടെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അതിനാൽ പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കുന്നത് ശീലമാക്കുക. പോഷകാഹാരം. ഇരുമ്പ് സത്തടങ്ങിയ ഭക്ഷണങ്ങൾ അഥവാ ഇലക്കറികൾ, മുട്ട, ശർക്കര, ഉണക്കമുന്തിരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ശുദ്ധജലം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. വിരബാധ മൂലമുണ്ടാകുന്ന അനീമിയ കേവലം ഒരു ശാരീരിക പ്രശ്നം മാത്രമല്ല, അത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ മുരടിപ്പിക്കുന്നു. ശരിയായ ശുചിത്വ ശീലങ്ങളിലൂടെയും കൃത്യസമയത്തുള്ള ചികിത്സയിലൂടെയും ഈ പ്രശ്നത്തെ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും. ആരോഗ്യമുള്ള ജനതയാണ് രാജ്യത്തിന്റെ സമ്പത്ത് എന്നതിനാൽ വിരമുക്തമായ ഒരു ജീവിതശൈലി നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ജലം ഒഴുകുന്നിടത്ത് സമത്വം വളരുന്നു എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് വികസിതവും നീതിയുക്തവുമായ ഒരു സമൂഹത്തിന്റെ സ്വപ്നമാണ്. ജലലഭ്യത മെച്ചപ്പെടുത്തുന്നതിലൂടെ നാം കേവലം ദാഹമകറ്റുകയല്ല, മറിച്ച് തലമുറകളുടെ വിദ്യാഭ്യാസവും സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. 2026 ഈ ലോക ജലദിനത്തിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുമെന്നും എല്ലാവർക്കും ലിംഗഭേദമില്ലാതെ ശുദ്ധജലം ലഭ്യമാക്കാൻ പരിശ്രമിക്കുമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം.